റുക്കൂഇന്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, മുതുകിനെയും പെരടിയെയും സമമാക്കുക. രണ്ടാമത്തത് മുട്ടുംകാലിനെ രണ്ട് കൈ കൊണ്ട് പിടിക്കുക. അതുപോലെ തന്നെ കാലുകളെ നാട്ടി നിർത്തുക. കാലുകളുടെ ഇടയിൽ ഒരു ചാൺ അകലം പാലിക്കുക. കൈവിരലുകളെ വിടർത്തി വെക്കുക. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 തവണ പറയുക. അധികരിപ്പിക്കുന്നവർ 11 വരെ അധികരിപ്പിക്കുക. അതിനുശേഷം അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു خشع لك سمعي وبصري ومخي وعظمي وعصبي وشعري وبشري وما استقلت به قدمي لله رب العالمين എന്ന് പറയുക. അതിനുശേഷം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നും പറയുക. ഇവകളൊക്കെ സുന്നത്താണ്. ഇനി പറയാൻ പോകുന്നത് വയുക്റഹു ഖറാത്താക്കപ്പെടും. റുകൂഅ് ചെയ്യുമ്പോൾ ഇതുവരെ പറഞ്ഞത് സുന്നത്തുകളാണെങ്കിൽ റുകൂഅ് ചെയ്യുന്ന സമയത്ത് ഖറാത്തുള്ള ചില സംഗതികൾ ഉണ്ട്. ഏതൊക്കെയാണ് ആ ഖറാത്തുള്ള സംഗതികൾ? ഒന്നാമത്തെ ഖറാത്ത് അൽ-ഇഖ്തിസാറു അലാ അഖല്ലിർ റുകൂഇ. അത് ഖറാത്താണ്. എന്ത്? യുക്റഹു ഖറാത്താക്കപ്പെടും അൽ-ഇഖ്തിസാറു അലാ അഖല്ലി റുകൂഇ. റുകൂഇൽ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് ചുരുക്കൽ ഖറാത്താണ്. ഖറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ കുറ്റമില്ലാത്തത്, എന്നാലോ ചെയ്യാതിരുന്നാൽ കൂലിയുള്ളത്. അതിനാണ് ഖറാത്ത് എന്ന് പറയാ. അവൻ ഖറാത്താണ് എന്ത്? അൽ-ഇഖ്തിസാറു അലാ അഖല്ലി റുകൂഇ. റുകൂഇൽ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള റുകൂഇലേക്ക് ചുരുക്കൽ ഖറാത്താണ്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. അതായത് റുകൂഇൽ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ റുക്കൂ എത്രയാണ്? 2 ഉള്ളം കൈ ഇവിടെ മുട്ടിലേക്ക് എത്തലല്ലേ. അപ്പൊ ഇങ്ങനെ ഈ നൃത്തം ഈ റുകൂഇൽ ഈ നൃത്തം നിർക്കൽ കറാഹത്താണ്. ആണ് അഖല്ലു റുക്കൂ എന്ന് പറഞ്ഞാല്. അതായത് അഖല്ലു റുക്കൂ ഇത്രയല്ലേ ഉള്ളൂ. ഈ റുക്കൂ ചെയ്താൽ ശരിക്കും റുക്കൂ സ്വഹിയാകും, റുക്കൂ സ്വഹിയാകും. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിവുണ്ടായിട്ടും ഇങ്ങനെ നിൽക്കുന്നത് കറാഹത്താണ്. റുക്കൂയിൽ വെച്ചിട്ട് ചുരുക്കൽ ഖറാത്താണ്. മറ്റേക്ക് നിൽക്കാനൊക്കെ കഴിവുണ്ട്, ഊരവേദന ഇല്ല, ഒരു പ്രയാസമില്ല. ഓം വെറുതെ എന്താക്കാണ്, അങ്ങനെ വെറുതെ ഒരു എന്താ പറയാ, ഇങ്ങനെ വെറുതെ അങ്ങനെ ഖറാഹത്താണ്. മനസ്സിലായിട്ടില്ലേ? ഒരു ഖറാത്ത്. അദ്റമാനാജി ഇങ്ങോട്ട് കേൾക്കി. നിങ്ങള് അദ്റമാനാജി എന്തോ എഴുതാണ്ടല്ലോ, പൈസ എഴുതാണോ? നിങ്ങളത് സംഭാവന കൊടുത്തിട്ടുണ്ടോ? അദ്റമാനാജി നാളത്തെ പറയണപ്പോ വേണ്ട, എന്നാ കേട്ടോളി നിങ്ങള്. അബർ ഖറാത്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ ഒരു ഖറാത്ത് പറഞ്ഞു. എന്താ അബ്ദുല്ലാജി എന്താ പറഞ്ഞ ഖറാത്ത്? ചാട്, കടന്നുറങ്ങ്. അബ്ദുല്ലാജി എന്താ പറയാ? നിങ്ങൾ എന്തോ പറയണ്ടല്ലോ, ഇങ്ങനെ കാക്കണ്ടല്ലോ അബ്ദുല്ലാജി, ഇങ്ങനെ കാക്കണ്ടല്ലോ. അത് ഖറാത്ത്. അപ്പൊ അഖല്ലു റുക്കൂ ഖറാത്താണ്. രണ്ടാമത്തെ ഖറാത്ത് വൽ മുബാലഗത്തു. മുബാലഗത്ത് മുബാലഗത്തും ഖറാത്താണ്, ഊക്കുകൂട്ടലും ഖറാത്താണ്. ഫീ ഖഫ്ളിർ റഅസി അനിൽ വഗ്രി ഫീഹി. റുകൂഇൽ മുതുകിനേക്കാൾ തലയെ കുനിക്കൽ കറാഹത്താണ്. മനസ്സിലായോ? അങ്ങനെ ഇങ്ങനെ വന്നിട്ടാ ഇത് കറാഹത്താണ്. മനസ്സിലായിട്ടില്ലേ? കറാഹത്താണ്. ഏത് പറയ്, എങ്ങനെയാവല്? ഇതിനെക്കാട്ടിലും തല താഴ്ത്തൽ കറാഹത്താണ്. അതായത് ഇങ്ങനെ ഇത്ര പെരും റുക്കൂ എന്ന് പറയുന്നു. പെരും റുക്കൂ കറാഹത്താണ്. അപ്പൊ അതും കറാഹത്താണ്. അതാണ് മനസ്സിലാക്കിയ. ഇനി ഉണ്ടായത് ഇവിടെ കാണിക്കണോ? കാണിക്കണ്ടല്ലോ.
അപ്പോ അൽഹംദുലില്ലാഹ്, എത്ര അറിവുകളാണല്ലേ, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന നിസ്സാരമായ സംഗതികളാണ് അല്ലേ. അപ്പം ചെറിയ റുക്കവും കറാത്താണ്, പേരുറുക്കവും കറാത്താണ്, രണ്ടും കറാത്താണ്. അവൻ എന്ത് ചെയ്യാ? വയുസന്നു, സുന്നത്താക്കപ്പെടും. ഇനി കേട്ടോളി, ഇനി ആണുങ്ങൾക്ക് വേറെ റുക്കുഅ്, പെണ്ണുങ്ങൾക്ക് വേറെ റുക്കുഅ്. ആണുങ്ങളെ റുക്കുഅല്ല പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്, പെണ്ണുങ്ങളെ റുക്കുഅല്ല ആണുങ്ങളും ചെയ്യേണ്ടത്. വയുസന്നു, സുന്നത്താക്കപ്പെടും. ലിദക്കറിൻ, പുരുഷന്മാർക്ക് സുന്നത്താണ്. അയ്യുജാഫിയ മിർഫഖൈനി അൻ ജംബൈഹി, രണ്ട് ഭാഗത്തിനെ തൊട്ട് രണ്ട് മുട്ടും കൈയിനെന്താക്കുക? അകറ്റി നിർത്തൽ സുന്നത്താണ് റുക്കൂ ചെയ്യുമ്പോ. അത്രമാജന്റെ പേര് ഇങ്ങോട്ട്, എന്നാലും നിങ്ങൾ റെഡിയാകുള്ളൂ. ഞാൻ പറയലും ഞാൻ കാണിക്കലും കൂടെ ആവുമ്പോ എന്റെ തൊണ്ട വേദനാകുക ചെയ്യുന്നത്. അവൻ രണ്ടാളും കൂടെ എന്റെ വയസ്സേ മുമ്പർക്കുള്ള മുമ്പർ താടി നരച്ചു നോക്കൊന്നും വേണ്ട. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ എന്റെ വയസ്സോ ചോദിക്കണ്ട. റുക്കൂ ചെയ്തോളി, റുക്കൂ ചെയ്യാ. ആ റുക്കോയിൽ കണ്ടില്ലേ, മൂപ്പര് രണ്ട് മുട്ടും കൈ വെച്ച കണ്ടില്ലേ? രണ്ട് മുട്ടും കൈനെ രണ്ട് ഭാഗത്തിന് തൊട്ട് വിടർത്തലും, അതായത് രണ്ട് ഭാഗത്തിന് തൊട്ട് മുട്ടും കൈനൊന്ന് വിടർത്തി വെക്കുക. കുറച്ചും കൂടെ ഇങ്ങനെ മുട്ടും കൈ ഇങ്ങനെ വിടർത്തിയത, ഇങ്ങനെ വിടർത്തി വെക്കലും സുന്നത്ത്. രണ്ട് ഭാഗത്തിനെ തൊട്ട് മുട്ടും കൈനെന്താക്കുക? ഒന്ന് വിടർത്തി വെക്കലും സുന്നത്താണ്. ഇനിയോ വബത്നഹു, വയറിനെയും വിടർത്തണം. അൻഫഖദൈഹി, രണ്ട് തൊടയേക്കാൾ. അത് പിന്നെ എന്തായാലും റുക്കൂയിൽ അങ്ങനെ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. റുക്കൂയിൽ അങ്ങനെ അല്ലാതെ സംഭവിക്കോ? ഇങ്ങനെ ആക്കാതിരിക്കൽ എന്താണ്? സുന്നത്താണ്. മുട്ട രണ്ട് വയറിനെ തൊടയിലേക്ക് അടുപ്പിച്ച് നിർത്തൽ അത് പാടില്ല. മനസ്സിലായേ? അത് അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറ്റൂല. കാലിനെ നാട്ടി വെക്കണം, കാല് നാട്ടി വെക്കി, കാല് നാട്ടണം, മുതുകൻ സമമാവണം. ഇത് താഴോട്ട് വരാൻ പാടില്ല, പറ്റ മുകളിലോട്ട് ആവാൻ പാടില്ല. കൈമുട്ടുകൾ വിടർത്തി വെക്കുകയും വേണം. മനസ്സിലായില്ലേ? അടിപൊളി, മാഷാ അല്ലാഹ്. അമർദിനൊക്കെ തലാട്ടിയ പിന്നെ കഥ കഴിഞ്ഞു. നമ്മൾ മുന്നോട്ട് പോവാം. അല്ല അലവി മുസ്ലിയാരെ, അപ്പോ എന്ത് ചെയ്യാ? ഇങ്ങനെ ചെയ്യാ. എന്നാൽ വലിഗൈരിഹി, ആണുങ്ങളല്ലാത്തവർക്ക് സുന്നത്താണ് എന്ത്? അയ്യളുമ്മ, ആണുങ്ങളല്ലാത്തവരെന്ന് പറഞ്ഞാല് പെണ്ണുങ്ങളും ആണും പെണ്ണും കേട്ടോല്ലേ, ആണും പെണ്ണും അല്ലാത്ത ആൾക്കാര് അവർക്കും സുന്നത്താണ്. എന്തിനെ? അയ്യളുമ്മ ഫീഹിമാ, ഈ സുജൂദിലും ഈ റുകൂയിലും അവർ കൂട്ടൽ സുന്നത്താണ്. ബഅദിനോട് കൂട്ടുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞ സംഗതികളൊക്കെ ഇങ്ങനെ വിടർത്തുക എന്നുള്ള സംഗതി ഇല്ല. ഇങ്ങനെ വിടർത്തി വെക്കുന്നത് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കിയിട്ടാണ് റുക്കൂ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക. മനസ്സിലായോ? അതുപോലെ തന്നെ തൊടയെ ഒന്നിങ്ങനെ അല്പം ഒന്നിങ്ങനെ ബാളിനോട് അടുപ്പിക്കുക. മനസ്സിലായില്ല? കുറച്ചും കൊണ്ട് കൂട്ടുക. ഇത് സുന്നത്താണ്. പെണ്ണുങ്ങളൊന്ന് അടങ്ങി ഒതുങ്ങിയിട്ട് വേണം റുക്കൂ ചെയ്യാൻ. ആണുങ്ങളെ മാതിരി കൈ ഇങ്ങനെ വിടർത്തിയിട്ട് എന്താ അങ്ങനെ നമുക്കും അങ്ങനെ ചെയ്താലും ചോദിച്ചു, എന്താ അങ്ങനെ? ഞങ്ങൾ ഓലമായി തന്നെയല്ലേ. നാളെ മത്താഫില് പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ബാക്കോട്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു മലയാളി പെണ്ണ് പച്ച മലയാളത്തിൽ അവിടുത്തെ പോലീസുകാരനോട് പറയാ, എന്തിനാ ഞങ്ങളെ പിടിച്ചു മാറ്റണേ? ഞങ്ങളും ഓലും തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങൾ ഓലൊക്കെ മനുഷ്യന്മാരെന്നല്ലേ, ഇവിടൊക്കെ മനുഷ്യന്മാരെന്നല്ലേ, ഞങ്ങൾ മൃഗങ്ങളൊന്നല്ല, എന്തിനാ ഞങ്ങളെ ബാക്കോട്ടാക്കണേ? പൊന്നാരന്റെ എണ്ണിയോ എന്റെ നിസ്കാരത്തിൽ എന്റെ സ്ഥാനം ആണുങ്ങളുടെ പിറകിലാണ്. അതുകൊണ്ട് എന്റെ സ്ഥാനം കുറക്കലല്ല. മനസ്സിലായിട്ടില്ലേ? കുറച്ചൊക്കെ അടക്കവും ഒതുക്കവും വേണം. വിശുദ്ധമായ ദീൻ അങ്ങനെയാണ് കൽപ്പിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യണം. കേട്ടോളി, തംബീഹുൻ, ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഉറക്കം വരും. അപ്പൊ അതൊരു ഉണർത്തലാണ്. തംബീഹുൻ, അതിന്റെ അർത്ഥം തന്നെ ഉണർത്തുക എന്നാ.
ഉണർത്തനാണ് കേട്ടോളി. യജിബു നിർബന്ധമാണ്. അല്ലാ യഖ്സിദാവൻ കരുതാതിരിക്കണം. ബിൽ ഹവി ആ താഴ്ച കൊണ്ട് കരുതാതിരിക്കണം. ലിറുകൂഇ റുകൂഇന് വേണ്ടി താഴുമ്പോൾ കരുതരുത്, അല്ല കരുതാതിരിക്കരുത്. ഗൈറഹു റുകൂ അല്ലാത്തതിനെ വേറൊന്നിനും കരുതാൻ പാടില്ല. ആ താഴ്ച കൊണ്ട് റുകൂഇനെ മാത്രമേ കരുതാവൂ. റുകൂ അല്ലാത്തതിനെ വേറെ ഒന്നിനെയും കരുതാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിലാണ് ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുന്നത്. ഫോൺ നിലത്താ വെച്ചത്. അപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? അപ്പഴാ ബെല്ലടിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണ് ആയത്ത് കഴിയാൻ സൂറത്ത് കഴിയാനായല്ലോ. റുക്കൂക്ക് പോകുമ്പോ നോക്കാം ആരെ ഫോണാ വരുന്നത്. റുക്കൂക്ക് പോകുന്ന സമയത്തിൽ അമ്മ ചിന്തിക്കാണ് ഏതായാലും ഇപ്പൊ റുക്കൂക്ക് പോകാനായില്ലേ, അപ്പൊ നോക്കാതെ ആരുതാണ് ഫോണ്. അല്ലോ എന്തിനാ പോയത്? ആ ഫോൺ ആരുടേതാന്ന് നോക്കാൻ വേണ്ടിയാ പോയത്. ആ റുക്കൂ സ്വഹീഹ് അല്ല. അതല്ലെങ്കിൽ കാലുമൽ കൊതുക് കടിക്കുന്നുണ്ട്. മുട്ടുങ്കാലിന്റെ ഈ ഭാഗത്ത് നിന്നാ കടിക്കണത്. അപ്പൊ ഇങ്ങനെ ഫാത്തിയ കഴിഞ്ഞു, സൂറത്ത് ഓതി, സൂറത്തിന്റെ അവസാനം എത്താനായിട്ടുണ്ട്. അപ്പയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ല കടി കടിക്കുന്നുണ്ട്. ഏതായിരുന്നാലും റുക്കൂക്ക് പോകണ്ടല്ലോ. അപ്പൊ ഒന്ന് മാന്ത, ചെറിയ രീതിയിൽ വെല്ലിങ്ങനെ വെച്ച് മാന്തിയാൽ നിസ്കാരം ബാത്തിലാവില്ലല്ലോ. അപ്പം മാന്താന്ന് കരുതി വിശുദ്ധമായ സൂറത്തൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ പോയത് എന്തിനാണ്? കൊതുകിന്റെ കടി കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഒന്ന് മാന്താലോ റുക്കൂയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ മാന്തി. ആ റുക്കൂം സ്വഹീഹ് അല്ല. കാരണം ആ റുക്കൂ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? റുക്കൂ ചെയ്യാനല്ല, കൊതുകിന്റെ കടി മാന്താൻ വേണ്ടിയിട്ടാണ്. അതും റുക്കൂ സയ്യല്ല. റുക്കൂ സയ്യാകണമെങ്കിൽ റുക്കൂയിലേക്ക് പോകുമ്പോൾ ഞാൻ റുക്കൂ ചെയ്യുന്നു എന്ന് കരുതൽ നിർബന്ധമാണ്. ഞാൻ റുക്കൂ ചെയ്യാൻ വേണ്ടി പോകാണെന്ന് കരുതൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ആരോ കമന്റിൽ എഴുതിയതുപോലെ ഞാൻ പോവുകയാണ്, ഞാൻ പീക്ക് പിരാന്താവെന്നറിയില്ലേ. ഇനി നോക്കിയാണ് ഇനി ഒരാൾ കുനിഞ്ഞു ലിസുജൂദി തിലാവത്തിൻ, ഓത്തിന് വേണ്ടിയുള്ള സുജൂദിന് വേണ്ടി കുനിഞ്ഞു. ഓത്തിന് വേണ്ടി സുജൂദ് ചെയ്യാം, ഓത്തിന് വേണ്ടി സുജൂദ് ചെയ്യാം, സുജൂദിന് വേണ്ടി കുനിഞ്ഞു. ഫലമ്മാ ബലഗ ഹദ്ദ റുകൂഇ, റുകൂഇന്റെ പരിധിയിൽ എത്തിയപ്പോൾ ജഅലഹു റുകൂആ, അത് റുകൂആക്കിയാൽ ലം യക്ഫി, മതിയാകുന്നതല്ല. മനസ്സിലായോ? അതായത് ഓത്തിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പോവാണ്. അപ്പൊ അല്ലാഹ് സുജൂദിലേക്ക് പോവാണ്. അപ്പൊ വിചാരിക്കും ഇവിടെ എത്തിയപ്പോ എന്തിനാ ഓത്തിന് വേണ്ടി സുജൂദ് ചെയ്യൽ നിർബന്ധമൊന്നുമില്ലല്ലോ, സുന്നത്തല്ലേ ഉള്ളൂ. ആ സുജൂദ് ഒഴിവാക്കി. അപ്പൊ എന്താക്കി? ഇവിടെ എത്തിയപ്പോ എന്താക്കി? അത് റുക്കൂആക്കി മാറ്റി. ആ റുക്കൂഉം സഹീഹ് അല്ല. കാരണം റുക്കൂവിനെ കരുതാത്തത് കൊണ്ട്. ഇനി ഒരു പോയിന്റ് ഇതാ, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. വലൗ ശക്ക, ഇനി ഒരാൾ സംശയിച്ചു. വലൗ ശക്ക, ഇനി ഒരാൾ സംശയിച്ചു. എന്ത് സംശയിച്ചു? ഗൈറ മഅ്മൂമിൻ, മഅ്മൂമല്ലാത്തവർ. മഅ്മൂമിന്റെ സംശയത്തിനൊരു ഫലമില്ലാന്ന്, ഒരു ഫലമില്ലാന്ന്. മഅ്മൂമല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? ഇമാമ സംശയിച്ചു, അതുപോലെ തന്നെ ഇമാമ സംശയിച്ചു, അതുപോലെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സംശയിച്ചു. എങ്ങനെയാണ്? അവനാകുന്നത് സാജിദുൻ, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംശയം വരുന്നത്. ഹൽ റകഅ, റുകൂ ചെയ്തോ എന്നൊരു സംശയം. അങ്ങനെ വരാറില്ലേ? അതായത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പഠിച്ചോനെ ഞാൻ ഇപ്പോ നേരെ ഇങ്ങോട്ട് പോന്നാണോ എന്നൊരു തോന്നിച്ച വന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് തോന്നിയേക്കും, അവിടെ പോട്ടെ, വെറുതെ ഒരു തോന്നല്. അങ്ങനെ കരുതിയിട്ട് അങ്ങനെ നിസ്കരിച്ചാ മതിയോ? പോരാ. എങ്ങനെ കോലം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് സുജൂദിലെത്തിയപ്പോ ഇവിടെ എത്തിയപ്പോഴാണ് ചിന്തിക്കുന്നത്, പഠിച്ചോനെ ഞാൻ റുക്കൂ ചെയ്തിട്ടുണ്ടോ, റുക്കോയിൽ നിന്നാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന ചിന്തയിലാണ് സുജൂദിലേക്ക് പോയത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവിടെ സുജൂദ് പൂർത്തിയാക്കല്ല വേണ്ടത്, നേരെ മടങ്ങി വരണം. അപ്പോൾ തന്നെ മടങ്ങണം. അതാണ് ഇവിടെ പറയുന്നത്.
ലൗ ശക്ക ഒരാൾ സംശയിച്ചു ഗൈറുൽ മഅ്മൂമി മഅ്മൂമല്ലാത്തവൻ മഅ്മൂമിനെ സംശയം വെറുതെയാണ് ഓൻ വെറുതെ സംശയിച്ചു കുട്ടാണ് കാരണം ഓന്റെ ഇമാമ് റുക്കൂ ചെയ്യാതെ ആ ഇമാമ് സുജൂദിലേക്ക് പോരൂല ഇവൻ ആ സമയത്തിൽ ഗഫലത്തിലായിരിക്കും അവൻ മഅ്മൂമിന്റെ സംശയത്തിന് ഫലമില്ല അല്ലാത്ത ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾ സുജൂദിൽ കടന്ന് സംശയിച്ചു ഞാൻ റുക്കൂ ചെയ്തിട്ടുണ്ടോ അങ്ങനെ സംശയിച്ചാൽ ലസിമഹു നിർബന്ധമാണ് അൽ-ഇന്തിസാബ് ഫൗറാ അപ്പോൾ തന്നെ നേരെ നിൽക്കണം എന്നിട്ട് സുമ്മ റുകൂഉ പിന്നെ റുകൂ ചെയ്യുകയും വേണം വലാ യജൂസു അനുവദനീയമല്ല ലഹു അൽ-ഖിയാമു റാഖിആ റുകൂ ചെയ്തവനായിട്ട് നിൽക്കൽ അനുവദനീയമല്ല തിരിഞ്ഞോ അവിടെ തിരിഞ്ഞിട്ടില്ല അതാ എങ്ങനെയാണ് കോരം പറഞ്ഞുതരാം അവനാള് സുജൂദിന്റെ സ്ഥലത്ത് ഇവിടെ എത്തിയപ്പോ സംശയിച്ചു കാണണ്ട ഷഫിയ ഇവിടെ എത്തിയപ്പോഴാണ് സംശയിക്കുന്നത് പഠിച്ചോനെ ഞാൻ റുക്കൂ ചെയ്തിട്ടുണ്ടോ സുജൂദ് ഞാൻ കാണിക്കാത്ത സുജൂദ് നെറ്റിത്തറ ഞാൻ വെക്കാത്ത എന്താണെന്നറിയോ ഇങ്ങോട്ടാ കിബില അപ്പൊ കിബിലയിലേക്കല്ല സുജൂദ് ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ നെറ്റിത്തറ വെക്കണില്ല ഞാൻ സുജൂദാക്കണില്ല പക്ഷെ നിങ്ങളത് സുജൂദായിട്ട് പരിഗണിച്ചാൽ മതി ഞാൻ പഠിച്ചോനെ ഞാൻ റുക്കൂ ചെയ്തോ എന്ന് സംശയിച്ചാൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ അവൻ നേരെ എഴുന്നേറ്റ് നിൽക്കണം ഇങ്ങനെ വരണം ഇന്തിസാബ് വേണം നേരെ എഴുന്നേറ്റ് എന്നിട്ട് സുമ്മ റുക്കൂ പിന്നെ റുക്കൂ ചെയ്യണം സുജൂദിൽ നിന്ന് നേരെ എഴുന്നേറ്റ് വന്നിട്ട് എന്നിട്ട് അല്ലാഹു അക്ബർ അതെങ്ങനെ നേരെ വന്ന് നിന്നിട്ട് ഞാൻ റുക്കൂ ചെയ്യാണ് എന്നുള്ള നിയത്തോടുകൂടെ എന്താക്കണം റുക്കൂയിലേക്ക് പോകണം അല്ലാഹു അക്ബർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ അങ്ങനെ പോണം മനസ്സിലായോ പിന്നെ എങ്ങനെയല്ല കേട്ടോളി എങ്ങനെയല്ല ഇങ്ങനെ വന്നിട്ട് പഠിച്ചോനെ ഞാൻ റുക്കൂ ചെയ്തോ സംശയിച്ചു ആ റുക്കൂ ചെയ്തിട്ടില്ല അല്ലാഹു അക്ബർ ഇങ്ങനെയല്ല മനസ്സിലായോ തിരിഞ്ഞോ നേരെ നിൽക്കണം മനസ്സിലായോ എങ്ങനല്ല ഇങ്ങനെ വന്നിട്ട് റുക്കൂ ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനല്ല നേരെ റുക്കൂയിലേക്ക് വരില്ല വേണ്ടത് എന്താക്കണം ആദ്യം നിൽക്കണം ഇന്തിസാബ് വേണം പിന്നെ റുക്കൂ ചെയ്യണം മനസ്സിലായോ അതാണ് ഇവിടെ പറഞ്ഞത് എന്ത് അതാണ് ഇവിടെ പറഞ്ഞത് വലാ യജൂസു ലഹു അൽ ഖിയാമു റാഖിആ റുക്കൂ ചെയ്തവനായിട്ട് നിൽക്കാൻ പാടില്ല റുക്കൂയിലേക്ക് അങ്ങോട്ട് വന്നിട്ട് അവിടെ നിൽക്കാൻ പാടില്ല മനസ്സിലായോ അല്ലാതെ എന്ത് ചെയ്യണം സുജൂദിൽ സംശയിച്ചാൽ എന്തിലേക്ക് വരണം പറയിന്റെ കൂടെ പറയും മനസ്സിലായണം മനസ്സിലായെന്ന് പറയണം നേരെ നൃത്തത്തിലേക്ക് വരണം എന്നിട്ട് സുമ്മ റുക്കൂ പിന്നെ റുക്കൂ ചെയ്യണം പിന്നെന്ത് ചെയ്യണം പിന്നെ റുക്കൂ ചെയ്യണം തിരിഞ്ഞോ അൽഹംദുലില്ലാഹ് പോരാ പിന്നീട് അക്ക അവിടെ വരട്ടെ അക്കമ്മ പിന്നെ പറയാം അപ്പൊ ഈ കോലം മനസ്സിലായോ മനസ്സിലായി എന്ന് പറയും എന്നാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അൽഹംദുലില്ലാഹ് മനസ്സിലായില്ലേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയും അൽഹംദുലില്ലാഹ് അറിയാത്തൊരു കാര്യം നമുക്കറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ രണ്ടാമത്തൊരു കാര്യം പടച്ചോൻ അറിയിച്ചു തരുന്ന കാരണം അൽ ഇൽമു നൂറുല്ലാഹ് ഇൽമു അല്ലാഹുവിന്റെ പ്രകാശമാണ് ആ പ്രകാശം അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന പടച്ചോനെ ഈ സമയത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അറിവ് തന്നത് നമ്മൾ ഈ ദിക്ർ ചൊല്ലിയതിന്റെ മഹത്വം കൊണ്ടായിരിക്കും മനസ്സിലായില്ലേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയും നിങ്ങൾ കേട്ടണോ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടിനോ ഇല്ല കണ്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ ഇനിതക്കണ എഴുത്തിദാലിലേക്ക് വന്നാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളുണ്ട് സുജൂദിലും എഴുത്തിദാലിലും അത്തഹിയാത്തിലും ഓരോന്നിലും നമ്മൾ ഞെട്ടിത്തെരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എഴുതി വെക്കുകയും വേണം ഉമ്മമാരെ
അൽഹംദുലില്ലാ പറയ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് അറിയിച്ച ഒരാളെ ഞങ്ങള് ഒരു എന്തെങ്കിലുമൊക്കെ കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ ഉസ്താദായി മാറൂലേ, ഗുരുനാഥനായി മാറൂലേ. ഒരു ചർച്ച ചെയ്യുകയാണെങ്കിലും ഒരു സംഗതികൾ പറഞ്ഞു തരുമ്പോൾ ഗുരുനാഥനായി. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ ഉത്തരമുണ്ട്. എന്താ ദുആർക്കേണ്ടത്? പഠിച്ചോനെ ആ മൂല്യാർക്ക് മരണം വരെ ഇത് ചൊല്ലിക്കൊടുക്കാനും ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും ആ മൂല്യാർക്ക് നീ തൗഫീഖ് കൊടുക്കുകയും അയാൾക്ക് ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അയാളുടെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യുകയും ചെയ്യണം റബ്ബേ എന്ന് ദുആർന്നാ മതി. വേറെ ഒന്നിനും നിങ്ങൾ ദുആർക്കണ്ട. ആഖിബത്ത് നന്നാവാനും ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ മെച്ചപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരട്ടെ. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹ്ഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിലു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിലു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഈസു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദിലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീളു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ മജിദു യാ അല്ലാഹ് യാ മജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിർ യാ അല്ലാഹ് യാ മുഖ്തദിർ യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിർ യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ലാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ അല്ലാഹ് യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ ഹാറു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ്. സുജൂദിൽ നിന്ന് റുക്കൂയിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലണോ? സംശയം ചോദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല എന്താ പറയുക, നല്ല ചോദ്യങ്ങളാണൊക്കെ. റുക്കൂ സുജൂദിൽ നിന്ന് അപ്പൊ ഏത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു റുക്കൂ മറന്നോ എന്ന് സംശയിച്ചുകൊണ്ട് സുജൂദിൽ നിന്ന് റുക്കൂയിലേക്ക് വരുമല്ലോ, ആ വരുന്ന സമയത്തിൽ തക്ബീർ വേണ്ട. കാരണം അത് തക്ബീറിന്റെ സ്ഥാനം അല്ല. ആ സമയത്ത് റുക്കൂ വേണ്ട. നേരെ നൃത്തത്തിലേക്ക് വന്നിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോൾ തക്ബീർ. പിന്നെ അങ്ങനെ സാധാ പോലെ തക്ബീറുകൾ വേണം. അതേപോലെ തന്നെയാണ് പിന്നെ മസ്ബൂക്കായ ആളുകള് ഉദാഹരണം പറഞ്ഞോ, ആദ്യത്തെ റക്അത്തിൽ അവൻ കിട്ടില്ല, രണ്ടാമത്തെ റക്അത്തിലേക്ക് അവൻ എത്തിയത്. രണ്ടാമത്തെ റക്അത്തിൽ കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലെത്തുമ്പോൾ ഇമാമിന്റെ രണ്ടാമത്തെ റക്അത്തായിരിക്കും ഇവന്റെ ഒന്നാമത്തെ റക്അത്ത്. അങ്ങനെ ഇമാമ് നാലാമത്തെ റക്അത്ത് എത്തുമ്പോൾ ഇവന്റെ എത്രാമത്തെ റക്അത്തേക്കും അത് മൂന്നാമത്തെ റക്അത്ത്. ആ മൂന്നാമത്തെ റക്അത്തിലേക്ക് ഇവന് എന്താക്കി, അത്തഹിയ്യാത്തിലേക്ക് ഇരിക്കുമ്പോ തക്ബീർ അല്ലല്ലോ, ആ തക്ബീർ മതി എവിടത്തിലേക്കും,
സലാം വിട്ടിയതിനു ശേഷം ഈ മസ്ബൂക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ആ തക്ബീർ മതി, അപ്പൊ തക്ബീർ വേണ്ട. തക്ബീർ ചെല്ലാതെ എഴുന്നേൽ, കാരണം അവന്റെ തക്ബീറിന്റെ സ്ഥാനം അല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ മറന്നങ്ങാണ്ട് സുജൂദിലേക്ക് പോയി. അപ്പൊ അവൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചു ഞാൻ റുക്കൂ ചെയ്തോ ഇല്ലേ എന്ന് സംശയിച്ചു. സംശയം വന്നാൽ അവൻ റുക്കൂയിലേക്ക് വരുമ്പോൾ തക്ബീർ വേണ്ട. അൽഹംദുലില്ലാ, നല്ല ചോദ്യം. അൽഹംദുലില്ലാ. ചിലപ്പോ എനിക്ക് തോന്നുന്ന മൂല്യമാരേക്കും ചോദിച്ചിട്ടുണ്ടാകുക. ഏതായിരുന്നാലും പഠിച്ച അല്ലാഹു സ്വീകരിക്കട്ടെ. ഉസ്താദുമാരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ചർച്ചയിൽ നിങ്ങളും പങ്കെടുക്കണം, നിങ്ങളും ചർച്ച ചെയ്യണം, നിങ്ങളും സംസാരിക്കണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പറയുന്ന ഞാൻ വലിയൊരു ആലിമായിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആലിമാണ്, ഞാൻ നോക്കാതല്ലേ പറയാ. നമ്മളും നിങ്ങളുമാരൊക്കെ ചർച്ച ചെയ്യുന്ന പഠിക്കുന്ന മക്കളാണ് എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമുക്ക് അങ്ങനെ പഠിക്കാം അല്ലേ? നല്ല രസാണല്ലോ മഹാന്മാർ ഉദ്ധരിച്ച ഉദ്ധരണികൾ അങ്ങനെ വായിച്ച് അങ്ങനെ അർത്ഥം വെച്ച് അതിൽ നിന്ന് അൽഹംദുലില്ലാ നമുക്കൊരുപാട് സംഗതികൾ കിട്ടും. അത്